നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനീതിക്ക് ഒരവസരം. പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരക്കുകൾ കാരണം വീഡിയോകൾ കൊണ്ടുവരാൻ കഴിയാത്ത ജീവിത സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ജീവിതത്തിൽ മനുഷ്യൻ യുദ്ധം ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്ക് അത്ര പ്രയാസം കാണുകയില്ല. എന്നാൽ സമൂഹത്തിന്റെ ഏറ്റവും അടുത്തട്ടിൽ ജനിച്ച, സാമ്പത്തിക ഭദ്രതയില്ലാത്ത, ചൂഷണം ചെയ്യപ്പെട്ട ഞങ്ങളെ വിഭാഗങ്ങൾക്ക്, അതിൽ ജനിച്ചവർക്ക് തികച്ചും ജീവിതം ഒരു വെല്ലുവിളിയാണ്. അല്പകാലം മാത്രമുള്ള നമ്മുടെ ജീവിതത്തിൽ ആ ജീവിതയാത്രയിൽ ഉയർച്ച പ്രാപിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഒരു തകർച്ച വന്നു പോയാൽ പിന്നെയും ഒന്നേന്ന് കയറി വരാൻ വളരെ പ്രയാസമാണ്. അത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതൊന്നും മറച്ചു വെച്ചല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ബൈബിൾ ഒരു തുറന്ന പുസ്തകമാണ്. നന്മയും തിന്മയും രേഖപ്പെടുത്തി പോകുന്ന പുസ്തകം. എൻ്റെ ജീവിതവും നിങ്ങളുടെ മുമ്പിൽ നന്മ മാത്രം തുറന്നു കാണിക്കുക എന്നുള്ളതല്ല, ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ഈ സമൂഹത്തിൽ സംസാരിച്ചുകൊണ്ട്, പറഞ്ഞുകൊണ്ട് ഒരു തുറന്ന പുസ്തകമായാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വലിയ വെല്ലുവിളികളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അതൊന്നും ഒരു വിഷയമല്ല. അതൊന്നും നമ്മൾ തളർത്തിക്കളയുകയില്ല. കാരണം തീ കുരുത്തത് വെയിലത്തു വാടുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതെ, ജീവിതത്തിന്റെ പരുക്കം യാഥാർത്ഥ്യങ്ങൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് തകർത്ത് കളയാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. അനീതി ചെയ്യുവാൻ അസംബ്ലീസ് ഓഫ് ഗോഡിനെ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ ടി ജെ ഷോമുൽ സാറിന്, അല്ല ടി ജെ ഷോമുലിന് ഒരിക്കൽ കൂടി ഒരു അവസരം കൊടുക്കുകയാണ്. ഒരിക്കൽ എൻ്റെ വീട് വെള്ളം കയറി ഇടിഞ്ഞു തകർന്നരിപ്പണമായപ്പോൾ യാതൊരുവിധ സാമ്പത്തിക ഭദ്രതയുമില്ലാതെ, യാതൊരു സാമ്പത്തിക സ്രോതസ്സുമില്ലാതെ കുട്ടികൾക്കും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ശോചനീയമായ ജീവിതം നയിക്കുന്ന സമയത്ത് വീടുകൾ തകർന്നരിപ്പണമായപ്പോൾ ഒരിക്കൽ അസംബ്ലി സൗഡിന്റെ ടി ജെ ഷോമുലിനെ പോയി കാണുകയും അതും പ്രസ്പെക്ട് കൊടുത്ത കത്തുകൾ കൊണ്ട് അറിയിച്ച ശേഷം പോയി കാണുകയും, എന്നാൽ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ മുഖാന്തരം നിങ്ങൾക്കറിയാം, അവിടെ ചെന്നപ്പോൾ ഞാൻ എണീറ്റ് നിന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് എൻ്റെ വീട് വെള്ളം കയറി ഇടിഞ്ഞു പോയി സാർ, എന്നെ സഹായിക്കണം. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ്, സുഭാഷ്, താങ്കൾക്കറിയില്ലേ അസംബ്ലി സോണിന് പണത്തിന്റെ ഒരു സഹായവുമില്ല. അപ്പോൾ ഞാൻ എടുത്ത് ചോദിക്കാൻ പോയതാണ്, അങ്ങനെയെങ്കിൽ സാർ ഈ വായിക്കുന്ന കണക്കുകൾ എന്താണ്? പണത്തിന്റെ സഹായമില്ല എങ്കിൽ ഈ കണക്കുകൾ എന്താണ് വായിക്കുന്നതെന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ മരിച്ചുപോയ കർത്താവിനെ ചേർക്കപ്പെട്ട പി എസ് ഫിലിപ്പ് സാർ, അദ്ദേഹം എൻ്റെ തോളിൽ കൈയിട്ട് തട്ടിയിട്ട് പറഞ്ഞു, സുഭാഷ് കരയരുത്, ഞാൻ നിങ്ങളെ സഹായിക്കാം, മാസം ഒരു 3000 രൂപ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ മുന്നോട്ട് പോകൂ. ഞാൻ പറഞ്ഞു, സാർ ശരി എന്ന് പറഞ്ഞു അവിടുന്ന് ഞാൻ ഇറങ്ങി. പുനലൂർ മുതൽ തിരുവനന്തപുരം വരെ കരഞ്ഞു. ആ കരഞ്ഞ സമയത്ത്, നീ എന്തിന് കരയുന്നു? സഭയോടല്ല നിന്റെ പോരാട്ടം, സഭയിൽ കടന്ന് ലോകത്തോടാണെന്നുള്ള ചിന്ത എന്നിൽ ഉരുവാകുകയും അതെന്റെ ഉള്ളിൽ ഒരു അഗ്നി പോലെ കത്തു നൽകുകയും ചെയ്ത സമയത്താണ് ടി ജെ ഷോമുലിനെ പ്രകീർത്തിച്ചുകൊണ്ട് MBFQ എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിൽ ഞാൻ എങ്ങനെ എഴുതി, കണ്ണുനീര് കാണാത്ത അനീതിയുടെ ഒരു നേതാവാണ് ടി ജെ ഷോമുൽ. എന്നാൽ കൂട്ടത്തോടെ ടി ജെ ഷോമുലിന്റെ വർഗക്കാർ, തോമകൾ, ഞാൻ അവർ വിളിക്കുന്ന തോമകളാണ്, ഈ തോമകൾ എന്നെ കൂട്ടത്തോടെ ആക്രമിച്ചു. പക്ഷേ തളർന്നു പോയില്ല. എന്തെല്ലാം പരിഹാസങ്ങൾ, എന്തെല്ലാം അപകീർത്തിപരമായ കാര്യങ്ങൾ, എന്തെല്ലാമാണ് ചീത്തകൾ ഞാൻ കേട്ടു. പക്ഷേ ഇവർക്കൊന്നും എന്നെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പരിഹസിക്കാൻ കഴിയും, ചിലപ്പോൾ നിങ്ങൾക്ക് അപമാനിക്കാൻ കഴിയും, ചിലപ്പോൾ നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയും. പക്ഷേ അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. MBFQ എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ മൊത്തത്തോടെ എന്നെ പരിഹസിക്കാനും അറ്റാക്ക് ചെയ്യാനും ശ്രമിച്ചു. പക്ഷേ ഒടുവിൽ അവർ പരാജയപ്പെടുകയായിരുന്നു.
അവരിവിടെ വരികയും എൻ്റെ വീട് വന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ട് അവരുടെ നിലപാടുകൾ ചേർന്ന് നിൽക്കാത്തത് കൊണ്ട് അവർ എന്നെ സഹായിച്ചില്ല. അവർ എനിക്ക് തന്ന സഹായമായ 15,000 രൂപ ഞാൻ ഒരു പാവപ്പെട്ട ദിവസം ഗൾഫിൽ നിന്ന് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. അതിന്റെ വീഡിയോ എല്ലാം ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. എന്റെ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യം നിങ്ങളോട് പറഞ്ഞ് ഈ കാര്യം പറയാൻ പോവുകയാണ്. അന്ന് എന്നെ തള്ളിക്കളഞ്ഞ ടി ജെ ഷോമിലിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ഞാൻ പോകാൻ പോവുകയാണ്. പക്ഷേ ടി ജെ ഷോമിൽ എന്ന് പറയുന്ന ഈ നേതാവിനെ എതിർക്കാൻ കാരണം ഇദ്ദേഹത്തിന്റെ അനീതികളാണ്. ഞാൻ മാത്രം പറയുന്നതാണോ? വർഗീസ് സാർ അവറുകൾ, റിട്ടയർഡ് ജഡ്ജിയായ വർഗീസ് സാർ അവറുകൾ ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ട് പുറത്തു വന്ന് എന്തെല്ലാം കാര്യമാണ് വീഡിയോ കൂടി പറഞ്ഞത്, ഓഡിയോ കൂടി പറഞ്ഞത്. ഇദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുന്നെങ്കിലും അനീതി ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഏറെ എന്തിനു പറയുന്നു? അദ്ദേഹം തന്നെ പറഞ്ഞു, കഴിഞ്ഞ 50 വർഷക്കാലം കൊണ്ട് അസംബ്ലി സഭകൾ പാപം ചെയ്യുന്നു, തിന്മ ചെയ്യുന്നു, അത് നിർത്തലാക്കണം, ഞങ്ങൾ ഒന്നിക്കണം. അതല്ലേ സമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞത്. 50 വർഷം കൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറയുന്ന നേതാക്കന്മാർ തിരഞ്ഞെടുക്കപ്പെടുന്നത് ദൈവിക ചിന്തയാലോ ദൈവത്തിന്റെ കൃപയാലോ അല്ല, സ്വന്തം ഇഷ്ടപ്രകാരവും പണമിറക്കിയും അസംബ്ലീസിന്റെ ബൈലോ ലംഘിച്ചുകൊണ്ടാണ് ഇവർ നേതാവായി വരുന്നുവെന്ന് 50 വർഷം കൊണ്ടുള്ള പാവം ഞങ്ങൾക്കുണ്ടെന്ന് അവരേറ്റു പറഞ്ഞില്ലേ? അപ്പോൾ അവർ ചെയ്ത രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഇരയാക്കപ്പെട്ട എന്നെപ്പോലെയുള്ളവർ സഭയോടല്ല അതിൽ കടന്ന് ലോകത്തോടാണ് യുദ്ധമെന്ന് ദൈവം നമുക്ക് നൽകിയ ഉള്ളിലെ പ്രകാശം കൊണ്ട് ഇവർക്കെതിരെ മറുപടി പറഞ്ഞപ്പോൾ ഇവരുടെ മുമ്പിൽ ഞാൻ ശത്രുവായി മാറി. അതുകൊണ്ട് അവർക്ക് എന്നെ തകർക്കണം, അവർക്ക് എന്നെ ഇല്ലായ്മ ചെയ്യണം. അതിനവർ ചെയ്യുന്നൊരു കാര്യം കുറുക്കു വഴി എന്നുള്ളതാണ്. നിയമപ്രകാരം നേരിടുക എന്നുള്ളതല്ല, സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്തർധാരയിലുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് ഇവനെ പുറത്താക്കി കളയാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അങ്ങനെ ഒരു ശ്രമമാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത്. ആദ്യം വീട് വയ്ക്കാൻ ചോദിച്ചപ്പോൾ എന്നെ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് ഇദ്ദേഹവുമായി വീണ്ടും സംസാരിക്കേണ്ട, വീണ്ടും ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന സഭയിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. അതിന് കാരണം GKR എന്ന് പറയുന്ന പണമിടപാട് കമ്പനി, തട്ടിപ്പ് കമ്പനിയിൽ ഓഹരി ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് പട്ടത്തുള്ള അസംബ്ലി സോണിന്റെ പാസ്റ്റർ എന്നും ആ സഭയിൽ കടന്നുപോയപ്പോൾ ആദ്യം പറഞ്ഞിരുന്നില്ല. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ആദ്യം പറഞ്ഞിരുന്നില്ല. പക്ഷേ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ആഴത്തിലേക്ക് പോവുകയും ആൾക്കാർ എന്നെ ബോധ്യപ്പെടുത്തുകയും അതിന് തെളിവുകൾ നൽകിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പോയിരിക്കുന്ന പാസ്റ്റർ, കർത്തൃമേശ നിൽക്കുന്ന പാസ്റ്റർ, യേശുവിനെ പ്രസംഗിക്കുന്ന പാസ്റ്റർ ഏറ്റവും വലിയ ഫ്രോഡ് കാണിച്ചിട്ടാണ് ഇവർ ദേവദാസനായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് പുറത്തു വന്ന് തിരുവനന്തപുരത്തുള്ള ഏറ്റവും വലിയ സഭയെന്നറിയപ്പെടുന്ന പഴക്കമുള്ള അസംബ്ലി സൗണ്ടിന്റെ സഭയിൽ കടന്നുപോയപ്പോൾ, ആ സഭയിൽ കടന്നുപോയി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, ഡിസ്ട്രിക്ട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഈ സഭയിൽ കടന്നു വരരുത്. ഡിസ്ട്രിക്ട് പറഞ്ഞിരിക്കുകയാണ് ഈ സഭയിൽ കടന്നു വരരുത്. ഞാൻ ഒരു നോട്ടീസ് തന്നോ, പേപ്പർ തന്നോ? ഇല്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കടന്നു വരാൻ പാടില്ലെന്ന് പറയുന്നത്? അത് നിങ്ങളെ ഈ സഭ പുറത്താക്കിയിരിക്കുകയാണ്. ഇല്ല, ഞാനത് പറഞ്ഞു, എന്നെ ഒരു സഭയും പുറത്താക്കിയിട്ടില്ല, ഒരു അസംബ്ലി സോണിനെ പുറത്താക്കിയിട്ടില്ല. ഞാൻ സ്വതവേ ലീവ് എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കത്ത് തിരിച്ചു കൊടുത്തിട്ട് പോലും എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളത്. അത് ബോധ്യമാകാതെ അദ്ദേഹം എന്നോട് വരലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിയമപ്രകാരം ഞാൻ അസംബ്ലീസിനെ സമീപിച്ച ശേഷം ഈ സഭയിൽ വരാതിരിക്കും. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളെ സൺഡേ ക്ലാസ് പഠിപ്പിക്കാൻ ചോദിച്ചപ്പോൾ ആ സഭയിലെ ഡിസ്ട്രിക്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞു, പാടില്ല, കമ്മിറ്റി പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ മക്കളെ പോലും സൺഡേ ക്ലാസ് പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. നോക്കണേ, എന്ത് അനീതിയുടെ പുറത്താണ്. എന്നെ വിസ്തരിച്ചോ? എന്നെ മേലുള്ള കുറ്റം എന്താണെന്ന് ആരോപിച്ചോ? ഒന്നും ആരെങ്കിലും എന്നെ മേലുള്ള കുറ്റം കൊടുത്തോ? എന്റെ മേലുള്ള കുറ്റപത്രം വായിച്ചോ? എന്നെ വിസ്തരിച്ചോ? ഇനി വിസ്തരിച്ചാൽ തന്നെ 3 മാസം വരെ ഉള്ളൂ ഒരു മനുഷ്യനെ മാറ്റി നിർത്തുന്നത്. ഇതൊന്നുമില്ലാതെ, നിയമത്തിന്റെ കീഴിലല്ലാതെ, സ്വാധീനത്തിന്റെയും കുറുക്കു വഴിയിൽ കൂടി എന്നെ മാറ്റി നിർത്താൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ ഞാൻ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. കാരണം 3 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ച് അസംബ്ലി സോണിൽ 30 വർഷം കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അസംബ്ലി സോണിന്റെ ബൈലയും നിയമവും വെച്ച് എന്നെ വിധിച്ച് എന്നെ നിന്നുള്ള കുറ്റാരോപണം നടത്തി എന്നെ ഇവർ ശിക്ഷിച്ചു പുറത്താക്കണം, എങ്കിൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ. എന്നാൽ ഇവരുടെ അന്തർധാരയിലുള്ള ഈ സ്വാധീനം ഉപയോഗിച്ചും ഈ വർഗീയ ശക്തികൾ ഉപയോഗിച്ചും അല്ലെങ്കിൽ ഈ ജാതീയ ശക്തികൾ ഉപയോഗിച്ചും കൊണ്ട് എന്നെ പുറന്തള്ളി കളയാന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. കാരണം സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട
ഒന്നുമില്ലാതെ മൃഗത്തിന് ഹീനരായി മരിച്ചുപോയ പിതാക്കന്മാരുടെ തലമുറ ജനിച്ച വ്യക്തികളാണ് ഞങ്ങൾ. ജീവിതത്തോട് പടവെട്ടുകയാണ്. എന്നറിയാമോ? നല്ലതായി തീരാൻ. പക്ഷേ ഞങ്ങൾക്ക് കഴിയുന്നില്ല. 10 പടി കയറുമ്പോൾ 9 അടി താഴോട്ട് പോകുന്ന ജീവിതാവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. ആ വെല്ലുവിളി നിറഞ്ഞ ലോകത്ത്, ആത്മീയ ലോകത്തുനിന്നുണ്ടാകുന്ന വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ ക്രിസ്തു ഞങ്ങൾക്ക് ശക്തി തരുമെന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അനീതിയെ എതിർക്കുവാൻ, സത്യത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ആത്മാവ് ഞങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സഭയിൽ കടന്നു വരാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ലെറ്റർ അയച്ച് എന്റേതായ സത്യങ്ങൾ ഈ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തിയ ശേഷം അവർ എന്ത് പറയുന്നോ അതനുസരിക്കാൻ തയ്യാറാണ്. പുതുതായുള്ള കമ്മിറ്റി രൂപീകരിച്ചു. പുതിയ സെക്രട്ടറി വന്നു, പുതിയ ഖജാൻജി വന്നു. ഏറെ എന്തിനു പറയുന്നു? നിയമം ലംഘിച്ചുള്ള ഒരു ഖജാൻജിയാണ് ഇന്ന് അസംബ്ലീസ് കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കണേ, നിയമം ഇറക്കി അത് പാടില്ല എന്ന് പറഞ്ഞിട്ടും അത് ലംഘിച്ച ഒരു ഖജാൻജി ഇന്ന് അസംബ്ലീസ് കൊണ്ട് സ്ഥാനത്തിരിക്കുകയാണ്. അസംബ്ലീസ് കൊണ്ട് ജനങ്ങളെ ഭരിക്കുന്നത് നീതിയാണോ അനീതിയാണോ? അതെ, അനീതി എന്നാണ് എന്റെ അഭിപ്രായം. കാരണം നിയമം ലംഘിച്ച ഒരുവൻ ഈ നേതാവായിരിക്കുമ്പോൾ ആ നേതാവിന്റെ കൂടെയാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ തികച്ചും നിയമം ലംഘിച്ച ഒരു നേതൃത്വമാണ് ഇന്ന് അസംബ്ലീസ് കൊണ്ട് ഭരിക്കുന്നത്. അതുകൊണ്ട് നീതി ലഭിക്കോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നീതിക്ക് വേണ്ടി ഞാൻ പോരാടിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി എന്തുകൊണ്ടാണ് അസംബ്ലീസ് കൊണ്ട് സഭയിൽ തന്നെ വരാൻ പാടില്ല എന്ന് പറഞ്ഞത്? നിയമപ്രകാരം എന്നെ വിളിച്ച് വിസ്തരിച്ച് അസംബ്ലീസ് കൊണ്ട് ബൈല പ്രകാരം എന്നെ പുറത്താക്കട്ടെ. പുറത്താക്കുമ്പോൾ എന്റെ കുറ്റങ്ങൾ ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ തികച്ചും പുറത്തു പോകുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഒരു കത്ത് അസംബ്ലീസിലേക്ക് ഈ ആഴ്ച അയക്കാൻ പോവുകയാണ്. ആ കത്ത് ഇതാണ്. ഈ കത്തിൽ ഒന്നാമത്തെ ഭാഗം ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഈ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ അസംബ്ലീസ് കൊടുത്തിരിക്കുന്നത് ലീവാണ്. എന്നാൽ ഈ ലീവ് ക്യാൻസൽ ചെയ്തുകൊണ്ട് എന്നെ നിങ്ങൾ ഒരു ശുശ്രൂഷകനായി അംഗീകരിച്ചോ, ഒരു സുവിശേഷകനായി എന്നെ അംഗീകരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ അസംബ്ലീസ് റിട്ടേൺ അയച്ച ഒരു കത്താണത്. ഈ കത്ത് കൊടുത്ത ശേഷം 1/2/2021 ഈ കത്ത് കൊടുത്ത ശേഷം എന്നെ വിളിക്കുകയോ എന്നോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ അവർ ദീർഘിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഞാൻ ലീവ് നിൽക്കുന്ന ഒരു പാസ്റ്ററാണ്. ഇപ്പോഴും ഞാൻ ലീവ് നിൽക്കുന്ന ഒരു പാസ്റ്ററാണ്. കാരണം ഞാൻ കൊടുത്ത കത്ത് അവർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അസംബ്ലീസ് കൊണ്ട് സഭയിൽ തന്നെ ഞാൻ തുടരുകയായിരുന്നു. അവിടെ കൊടുത്ത ദശാംശത്തിന്റെ റെസിപ്റ്റും എന്റെ പാസ്റ്റർ ശുശ്രൂഷയുടെ എന്റെ സർട്ടിഫിക്കറ്റും ഇതെല്ലാത്തിന്റെയും കോപ്പികൾ സഹിതം ഞാൻ ഈ ലെറ്ററിന്റെ കൂടെ വെച്ച് അസംബ്ലീസ് കൊണ്ട് ഡിസ്ട്രിക്റ്റിലേക്ക് അയക്കുകയാണ്. എന്റെ ഭാഗത്ത് നീതിയുണ്ട്. എന്നോട് അനീതി കാണിക്കുന്നത് ഈ നേതൃത്വമാണ്. എന്തുകൊണ്ട് എന്നോട് അനീതി കാണിക്കുന്നു ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം തിന്മയ്ക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട്. തിന്മയ്ക്കെതിരെ അനേകർ സംസാരിക്കുന്നു. എന്നിട്ടും എന്തേ എന്നോട് ഇത്ര കലിപ്പ്? കാരണം ഞാൻ ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ടാണ്. ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ടവൻ അച്ചായന്മാരെയോ നാടാന്മാരെയോ മറ്റു ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവർ എതിരെ സംസാരിക്കാൻ ഇവനാർ എന്നുള്ള ആ മനോഭാവം, എന്നുള്ള ആ പൈശാചികത, ആ ജാതീയത, ആ വർഗീയതയാണ് എനിക്ക് നേരെ ഒന്നുകൂടെ ആക്കം കൂട്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും അസംബ്ലീസ് ഓഫ് ഗോഡിൽ കഴിഞ്ഞ 30 വർഷക്കാലം നിൽക്കുന്ന ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും ഇറങ്ങിപ്പോകാനോ, നിങ്ങൾ ഭീതിപ്പെടുത്തിയാൽ, നിങ്ങൾ ആരെങ്കിലും വട്ടം പിടിച്ചുകൊണ്ട് എന്നെ പുറത്താക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ പോകുന്ന വ്യക്തിയല്ല. നിങ്ങൾ എന്നെ നിയമപ്രകാരം വിസ്തരിക്കൂ. അതെ, ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, എന്റെ സ്വതന്ത്ര ഭാഷയിൽ, എന്റെ സ്വതന്ത്ര ഇച്ഛാശക്തിയിൽ, എന്റെ സ്വാതന്ത്ര്യത്തിൽ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഞാൻ എന്റെ അഭിപ്രായം സമൂഹത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിനാണോ നിങ്ങൾ എന്നെ ശിക്ഷിക്കുന്നത്? അങ്ങനെയെങ്കിൽ ജനാധിപത്യ വിരുദ്ധമാണ് നിങ്ങളുടെ പ്രസ്താവനകൾ, ജനാധിപത്യ വിരുദ്ധമാണ് നിങ്ങളുടെ ശിക്ഷ നടപടികൾ. നിങ്ങൾ കാണിച്ച കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിനെതിരെ സമൂഹത്തിൽ വന്ന വീഡിയോയ്ക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കയറി ചെന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എത്രമേ ഉള്ളൂ. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഡിസ്ട്രിക്റ്റിന് ഞാൻ ഈ ആഴ്ച കത്തയക്കും. കത്തവർ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അത് ഞാൻ സമൂഹത്തിൽ പറയും. ഒരിക്കൽ അയക്കും. അവർ കിട്ടി എന്നെ വിളിച്ചില്ലെങ്കിൽ തിരിച്ച് ഞാൻ തന്നെ പോയി ഈ സെക്രട്ടറിക്കും സൂപ്രണ്ടിനും ഈ കത്തുകൾ നേരിട്ട് കൊടുക്കുന്ന വീഡിയോ സഹിതം ഞാൻ പോസ്റ്റ് ചെയ്യും. എന്നെ വിളിക്കുക, വിസ്തരിക്കുക, ഞാൻ ചെയ്ത കുറ്റമെന്നൊന്ന് പറയുക. എന്നിട്ട് എനിക്കും എൻ്റെ മക്കൾക്കും നിങ്ങൾ അയിത്തം കൽപ്പിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നീതിയല്ല. നിങ്ങളിപ്പോൾ നടപ്പാക്കുന്ന മുഴുവനും ജഡീകവും പൈശാചികവും വർഗീയവും
നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കാര്യമാണ്. അതിന് പറയാനൊരു കാരണമുണ്ട്. TJ ഷൗമുലിനെ കുറിച്ചും PF സുൽസാനെ കുറിച്ചും ദൈവം എനിക്ക് നൽകിയ ഒരു ദർശനമാണ്. ആ ദർശനം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും. അപ്പോൾ ഈ ആഴ്ചയിൽ എന്റെ കത്ത് TJ ഷൗമുലിലേക്ക് അയക്കുന്നു. TJ ഷൗമുലിന്റെ ഒരിക്കൽ കൂടി എനിക്ക് നേരെ അനീതി ചെയ്യുവാൻ, പാപം ചെയ്യുവാൻ TJ ഷൗമുലിന് ഒരു അവസരം കൊടുക്കുന്നു. എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, വിളിക്കൂ, എന്നെ വിസ്തരിക്കൂ, എന്റെ പാവം എന്നെ ബോധ്യപ്പെടുത്തൂ, നിയമം ലംഘിച്ചെങ്കിൽ എന്നെ പുറത്താക്കൂ, അന്തസ്സായി നിയമപ്രകാരം. അല്ലാതെ വക്രതയെ കൂടി ആളെ പിടിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ ഇവനെ പോകാൻ പറഞ്ഞാൽ പോകുന്ന വ്യക്തിയല്ല ഞാൻ. കാരണം എന്റെ അപ്പൂപ്പന്മാർ പട്ടികളെ പോലെ മൃഗങ്ങളെ പോലെ മരിച്ച ലോകത്ത് ചരിത്രം മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിരിക്കുന്നത് ഉയർത്തിയതിന്റെ ക്രിസ്തുവാണ്. നീതിബോധം, ന്യായം, യുക്തിബോധം എനിക്കുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്കുള്ള നീതി നിങ്ങൾ കടന്നു പിടിച്ചാൽ, എനിക്കുള്ള നീതി നിങ്ങൾ കവർന്നെടുത്താൽ, എനിക്കുള്ള നീതി നിങ്ങൾ കവർന്നെടുത്താൽ, എന്റെ നീതിയെ നിങ്ങൾ പിടിച്ചു വെച്ചാൽ, എനിക്ക് നേരെ അനീതി കാണിച്ചാൽ, ആ അനീതിയെ എനിക്കുള്ള ശക്തി കൊണ്ട് ഞാൻ ചോദ്യം ചെയ്യും. അവിടെ പരാജയമോ വിജയമോ എന്റെ താല്പര്യമല്ല. എനിക്ക് ലഭിക്കുന്ന ശക്തി കൊണ്ട് അതിനെ ചോദ്യം ചെയ്തു എന്നുള്ള ആർജവും ഞാൻ കാണിക്കും. ബൈബിളിൽ പറയുന്നു, നിനക്ക് കുറച്ച് ശക്തിയേ ഉള്ളൂ എങ്കിലും നീ എന്റെ വചനങ്ങളെ കാത്തു. അത് തന്നെയാണ് ഞാൻ യൂട്യൂബിലും എഴുതി വെച്ചിരിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്റെ നേർക്കുള്ള അനീതി ഇവർ തന്നെ പറയട്ടെ, ഇവർ തന്നെ വിസ്തരിക്കട്ടെ, ഇവർ തന്നെ എന്നെ ക്രൂശിൽ കയറട്ടെ, ഞാൻ തയ്യാറാണ്. പക്ഷേ ഉടായിപ്പിൽ കൂടി എന്നെ പുറത്താക്കാൻ ഞാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ 30 വർഷക്കാലം ഞാൻ അസംബ്ലീസിലൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇതിനകത്തുള്ള എല്ലാം എനിക്കറിയാം, ഈ പ്രവൃത്തികളും എനിക്കറിയാം. എന്നെ വിളിക്കൂ, വിസ്തരിക്കൂ, ഞാൻ ചെയ്ത പാവം എന്നോട് ബോധ്യപ്പെടുത്തൂ, അസംബ്ലീസിലുള്ള നിയമപ്രകാരം എന്നെ പുറത്താക്കൂ. കത്ത് അയക്കുന്നു. ഗോഡ് ബ്ലസ് യു.